അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസാനത്ത് ഭാഗം 21. ഇന്നൽ അമീറ വഇൻ മിൻ അഅ്ളമിൽ ഉമറാ ഫൽ അംറു ലം യജ്രി ഇല്ലാ ഫീ റഅയാഹു وذو العلوم لمن تحت السماء سكنوا تجري كوقع ضياء شمس قضاياه. ഇന്നൽ അമീറ, തീർച്ചയായും ഭരണാധികാരി, വഇൻ മിൻ അഅ്ളമിൽ ഉമറാ, അവൻ ഭരണാധികാരികളിൽ വലിയവനാണെങ്കിലും, ഫൽ അംറു, അവൻ്റെ കൽപ്പന, ലം യജ്രി, അത് നടപ്പിൽ വരില്ല, ഇല്ലാ ഫീ റഅയാഹു, അവൻ്റെ ഭരണീയരിൽ അല്ലാതെ അത് നടപ്പിൽ വരൂല. വദുൽ ഉലൂമി ലിമൻ തഹത അസ്സമാ സകനൂ തജ്രി കവഖഇ ളിയാ ശംസിൻ ഖളായാഹു. വദുൽ ഉലൂമി, അറിവുടയവൻ, ലിമൻ തഹത അസ്സമാ, ആകാശത്തിന് താഴെയുള്ളവരിലേക്ക്, സകനു, അവർ താമസിക്കുന്നു, തജ്രി ഖളായാഹു, അവൻ്റെ വിധികൾ നടക്കുന്നതാണ്, കവഖഇ ളിയാ ശംസി, സൂര്യപ്രകാശം ഉണ്ടാകുന്നത് പോലെ അവൻ്റെ വിധികൾ നടക്കുന്നതാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ഭരണാധികാരി എത്ര ഉന്നതനാണെങ്കിലും അവൻ്റെ നിയമങ്ങൾ ഭരണീയരിൽ മാത്രമേ നടപ്പിലാവൂ. എന്നാൽ മതപണ്ഡിതൻ പറയുന്ന മതവിധികൾ സൂര്യപ്രകാശം ലോകമാകെ പരക്കുന്നത് പോലെ അതാ മുസ്ലിമീങ്ങളിൽ മുഴുവനും അത് നടപ്പിലാകുന്നു. അപ്പൊ പണ്ഡിതന്മാര് ഒരു കാര്യം പാസാക്കിയാൽ അത് സൂര്യപ്രകാശം പോലെ ലോക മുസ്ലിമീങ്ങളിൽ അത് എത്തുന്നു. അതുകൊണ്ട് തന്നെ അറിവുള്ളവനിക്ക് വലിയ സ്ഥാനമുണ്ട്. ഭരണാധികാരി എത്ര ഉന്നതനാണെങ്കിലും അവൻ്റെ നിയമങ്ങൾ ഭരണീയരിൽ മാത്രമേ നടപ്പാക്കൂ. എന്നാൽ മതപണ്ഡിതൻ പറയുന്ന മതവിധികൾ അത് സൂര്യപ്രകാശം പോലെ എല്ലാ ജനങ്ങളിലേക്കും എത്തുന്നു. അതുകൊണ്ട് മതവിധികൾ പഠിപ്പിക്കുന്ന ആലിമീകളെ ബഹുമാനിക്കുകയും അവരിൽ നിന്ന് അറിവ് നുകരാൻ ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവുള്ള മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലുടനീളം ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.